Welcome to Echoes of the Word. Join us to reflect on God's love, Christian teachings, and the lives of the saints. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുവിൽ ആശംസകൾ. ഇന്ന് കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ സന്തോഷം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മദർ തെരേസയുടെ ശവകുടീരത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അവരുടെ ജീവിതത്തെയും ദൗത്യത്തെയും എന്റെ ഹൃദയത്തോട് കൂടുതൽ അടുപ്പിച്ച ആഴത്തിലുള്ള ഒരു അനുഭവമായിരുന്നു അത്. അവിടെ നിൽക്കുമ്പോൾ അവരുടെ വിശ്രമസ്ഥലത്തിന്റെ നിശബ്ദത ഏതൊരു വാക്കുകളെക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. സ്നേഹം, ത്യാഗം, പ്രാർത്ഥന എന്നിവയാൽ നിറഞ്ഞ ഒരു നിശബ്ദത. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും മദർ തെരേസയിലെ അവരുടെ സ്വന്തം വാക്കുകൾ വായിക്കുന്നതിലൂടെയും അവരുടെ ദൗത്യത്തിന്റെ ലാളിത്യത്തെയും ആഴത്തെയും ഞാൻ ആഴത്തിൽ വിലമതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ നമുക്ക് വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവർ വ്യക്തമായി പറഞ്ഞു, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ നമുക്ക് വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവരുടെ വീടുകൾ ആശുപത്രികളായിരുന്നില്ല, അവ സ്വാഗത ഭവനങ്ങളായിരുന്നു. തെരുവുകളിൽ ഒറ്റയ്ക്ക് മരിക്കാൻ കഴിയുന്നവർക്ക് മാന്യതയും സ്നേഹവും പരിചരണവും സൗജന്യമായി നൽകിയിരുന്നു. എഴുത്തുകാരനായ ക്രിസ്റ്റഫർ ഹിച്ചൻസ് പോലുള്ള ചിലർ അവരുടെ വീടുകളിലെ മെഡിക്കൽ നിലവാരത്തെ വിമർശിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മദർ തെരേസയുടെ വീടുകൾ ഒരിക്കലും ആശുപത്രികളാകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവ സ്വാഗതാർഹവും അന്തസ്സുള്ളതുമായ സ്ഥലങ്ങളായിരുന്നു. ഡോക്ടർമാർക്ക് പകരക്കാരാകുമെന്ന് അവർ അവകാശപ്പെട്ടിരുന്നില്ല. ആരും ഒറ്റയ്ക്ക് മരിക്കുകയോ സ്നേഹിക്കപ്പെടാതെയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യരുതെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ആ കാലങ്ങളിലെയും സ്ഥലങ്ങളിലെയും വെല്ലുവിളികൾ ആധുനിക വൈദ്യചികിത്സയെ ദുർലഭമാക്കി. എന്നിട്ടും പരിമിതമായ വിഭവങ്ങൾ, കാരുണ്യ സാന്നിധ്യം, അചഞ്ചലമായ സ്നേഹം എന്നിവ ഉപയോഗിച്ച് അവരുടെ സഹോദരിമാർ തങ്ങൾക്ക് കഴിയുന്നത് നൽകി. സംഭാവനകളുടെ ഉപയോഗത്തെയും സുതാര്യതയും കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാൽ മദർ തെരേസയുടെ യഥാർത്ഥ സമ്പത്ത് ഒരിക്കലും സാമ്പത്തികമായിരുന്നില്ല, അത് സ്നേഹത്തിലായിരുന്നു. ലോകം കാര്യക്ഷമതയിൽ അളക്കുന്നത് അവർ സാന്നിധ്യത്തിൽ അളന്നു. ഓരോ മനുഷ്യജീവിതത്തിന്റെയും പവിത്രതയിലായിരുന്നു അവരുടെ ശ്രദ്ധ, അവർക്കുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെങ്കിലും. ചിലർ അവർ കഷ്ടപ്പാടിനെ മഹത്വവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ചു. കഷ്ടപ്പാടിനെ ഒരു സമ്മാനമായി അവർ സംസാരിച്ചു. ആശ്വാസം നിഷേധിക്കാനല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും ആഴമേറിയ വേദനയിൽ ക്രിസ്തു നമ്മോട് ഏറ്റവും അടുത്താണെന്ന് ഓർമ്മിപ്പിക്കാനാണ്. എന്നിരുന്നാലും അവളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ലളിതവും മാനുഷികവുമായ ആർദ്രതയാൽ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാൻ അവൾ ശ്രമിച്ചു. അവൾ മുറിവുകൾ കഴുകി, കൈകൾ പിടിച്ചു, മരിക്കുന്നവരെ ആർദ്രമായ പരിചരണത്താൽ തൊഴുത്തിൽ നിർത്തി. രാജാക്കന്മാർ, പ്രസിഡന്റുമാർ, സ്വേച്ഛാധിപതികൾ, യാചകർ തുടങ്ങി എല്ലാവരിൽ നിന്നും അവർ സ്വീകരിച്ച ബഹുമതികളും സംഭാവനകളും അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നില്ല, മറിച്ച് ഓരോ മനുഷ്യജീവിതത്തിന്റെയും മൂല്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരുന്നു. ഈ കൂടിക്കാഴ്ചകളിലൂടെ ഇരുണ്ട സ്ഥലങ്ങളിൽ പോലും വെളിച്ചം വീശാൻ അവർ ശ്രമിച്ചു. മതത്തെക്കുറിച്ചുള്ള മദർ തെരേസയുടെ നിലപാട് അവരുടെ സ്വന്തം വാക്കുകളിൽ നന്നായി സംഗ്രഹിക്കാം. നിങ്ങൾ ഒരു മികച്ച ഹിന്ദു, ഒരു മികച്ച മുസ്ലിം, ഒരു മികച്ച ക്രിസ്ത്യാനി, ഒരു മികച്ച സിഖ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ദൗത്യം മതപരിവർത്തനം നടത്തുക എന്നതല്ല, മറിച്ച് ഹൃദയങ്ങളെ നിസ്സംഗതയിൽ നിന്ന് കാരുണ്യത്തിലേക്കും സ്വാർത്ഥതയിൽ നിന്ന് സ്നേഹത്തിലേക്കും മാറ്റുക എന്നതായിരുന്നു. ഗർഭഛിദ്രത്തിനും ഗർഭനിരോധനത്തിനുമെതിരായ ശക്തമായ നിലപാട് ഉൾപ്പെടെ മദർ തെരേസയുടെ ജീവിത പ്രതിരോധം പ്രത്യയശാസ്ത്രത്തിലല്ല, മറിച്ച് ബോധ്യത്തിലായിരുന്നു. ഓരോ കുട്ടിയും വിലപ്പെട്ടതാണ്, ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ ജീവിതവും. ദാരിദ്ര്യം അവൾക്ക് അറിയാമായിരുന്നു, പക്ഷേ ഉന്മൂലനമല്ല, സ്നേഹമാണ് ഉത്തരമെന്ന് അവൾക്കറിയാമായിരുന്നു. ഗർഭഛിദ്രത്തെ ഇന്നത്തെ സമാധാനത്തിന്റെ ഏറ്റവും വലിയ വിനാശകൻ എന്നും നിരപരാധിയായ കുട്ടിക്കെതിരായ നേരിട്ടുള്ള യുദ്ധമാണെന്നും അവർ വിശേഷിപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ജീവിതവും പവിത്രവും സ്നേഹത്തിനും പരിചരണത്തിനും അർഹതയുള്ളതുമായിരുന്നു. അവരുടെ പാരമ്പര്യം നമ്മെ വെല്ലുവിളിക്കുന്നു. അവൾ പൂർണ്ണതയുള്ളവളല്ലായിരുന്നു, പക്ഷേ വിശുദ്ധി വിശ്വസ്തതയാണ്. ഇവരിൽ ഏറ്റവും ചെറിയവരിൽ ക്രിസ്തുവിനെ കാണുകയും സ്നേഹത്തോടെ പ്രതികരിക്കുകയും ചെയ്യുക. ഏറ്റവും ആഴമേറിയ ദാരിദ്ര്യം ഏകാന്തതയും സ്നേഹിക്കപ്പെടാത്തതിന്റെ വികാരവുമാണെന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിച്ചു. ഈ തിരുനാൾ ദിനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ഏറ്റവും ചെറിയവർ ആരാണ്? അവഗണിക്കപ്പെട്ട അയൽക്കാരൻ, മറന്നുപോയ മൂപ്പൻ, അവഗണിക്കപ്പെട്ട കുട്ടി. മദർ തെരേസ വേഷം മാറിയ യേശുവായി അവരെ കാണാനും ചെറുതും എന്നാൽ ശക്തവുമായ സ്നേഹപ്രവൃത്തികളിലൂടെ പ്രതികരിക്കാനും നമ്മെ ക്ഷണിക്കുന്നു. അവരുടെ ആത്മാവിനെ പ്രതിധ്വനിപ്പിക്കുന്ന മനോഹരമായ ഒരു കേരള കഥ ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു മുസ്ലിം പള്ളി ഒരു ഹിന്ദു വിവാഹത്തിന് ആതിഥേയത്വം വഹിക്കാൻ അതിന്റെ വാതിലുകളും അതിന്റെ ഹൃദയവും തുറന്നു.
ദമ്പതികളെയും അവരുടെ കുടുംബങ്ങളെയും പള്ളി സമൂഹം സ്വാഗതം ചെയ്യുകയും ഫണ്ട് സംഭാവന ചെയ്യുകയും എല്ലാ അതിഥികൾക്കും ഒരു വിരുന്ന് വിളമ്പുകയും ചെയ്തു. സ്നേഹം മതത്തിന്റെ എല്ലാ അതിരുകളെയും മറികടക്കുന്നു എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി ഈ ഔദാര്യത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രവൃത്തി നിലകൊള്ളുന്നു. ഈ കഥ ഒറ്റപ്പെട്ടതല്ല. കേരളത്തിലുടനീളം വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ള സമൂഹങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുന്നു, സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കിടുന്നു, ഊഷ്മളതയോടും തുറന്ന മനസ്സോടും കൂടി ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. നമ്മുടെ മതപശ്ചാത്തലങ്ങൾ പരിഗണിക്കാതെ വിശ്വാസത്തിന്റെ ആഴമേറിയ പ്രകടനം പരസ്പരം സ്നേഹമാണെന്ന് ഈ സാമുദായിക ഐക്യത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. മദർ തെരേസയുടെയും കേരളത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയുടെയും മാതൃക സ്നേഹത്തിന്റെ ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോണിലേക്കും കൊണ്ടുപോകാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. പൂർണ്ണതയിലല്ല, സ്നേഹത്തിൽ വിശ്വസ്തരായിരിക്കാം. എല്ലാവരിലും ക്രിസ്തുവിനെ കാണാം. നമ്മുടെ ലോകത്തിലെ ഐക്യത്തിനും കാരുണ്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ആഹ്വാനത്തിന് ഉത്തരം നൽകാം. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ് നമുക്കുവേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. ചെറുതെങ്കിലും ശക്തവുമായ സ്നേഹത്തിന്റെ പാത പിന്തുടരാൻ നമുക്ക് അനുഗ്രഹം ലഭിക്കട്ടെ. ആമേൻ. I would like to travel over the whole earth to preach your name and to plant your glorious cross on infidel soil. But one mission alone would not be enough for me. I would want to preach the gospel in all 5 continents simultaneously, even to the most remote islands.